ബിഗ് ബോസ് മലയാളത്തിൻ്റെ 7ാം സീസണിൽ പ്രേക്ഷകർ കാണണമെന്നാഗ്രഹിച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് രേണു സുധി. എന്നാൽ മോശം പ്രകടനം കാഴ്ചവെച്ച രേണു ബിഗ് ബോസിൽ നിന്ന് സ്വയം പുറത്തു പോവുകയായിരുന്നു. ഇപ്പോഴിതാ രേണുവിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും നടിയും ഗായികയുമായ മനീഷ KS. മുൻ മത്സരാർത്ഥി എന്ന നിലയിൽ രേണു സുധിയെ ബിഗ് ബോസിൽ തിരഞ്ഞെടുത്തതിനോട് തനിക്ക് യോജിപ്പില്ലെന്നാണ് മനീഷ പറയുന്നത്. അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് കുറച്ചു കാലം കൂടി കഴിഞ്ഞ് രേണു എന്തെങ്കിലും സമൂഹത്തിന് സംഭാവന ചെയ്തൊരാൾ എന്ന നിലയിൽ വന്നിരുന്നെങ്കിൽ അംഗീകരിക്കാൻ കഴിയുമായിരുന്നുവെന്നും നടി പറഞ്ഞു. ഒരുപാട് യോഗ്യതയുള്ള മത്സരാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോൾ രേണുവിനെ തിരഞ്ഞെടുത്ത ബിഗ് ബോസ് ഷോയ്ക്ക് ഇത്ര വില മാത്രമേ ഉള്ളൂ എന്ന് മനീഷ ചോദിക്കുന്നു. രേണു സുധിയല്ല മലയാളത്തിലെ ആദ്യത്തെ വിധവയെന്നും മനീഷ പറയുന്നു. താൻ അടക്കമുള്ള ആളുകൾ ഭർത്താവില്ലാത്ത 2 മക്കളെയും പോറ്റി ജീവിക്കുന്നവരാണ്. ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അതൊരു ബാധ്യതയായി കാണിച്ച് നടന്നിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. രേണു സുധി ഒരു ശക്തമായ മത്സരാർത്ഥിയായി ബിഗ് ബോസിൽ വരണമായിരുന്നു എന്നാണ് തോന്നിയത്. ബിഗ് ബോസ് ഹൗസിലെ ആൾക്കാർ ഗിനിപ്പന്നികളാണെന്നും മനീഷ ആരോപിച്ചു. ബിഗ് ബോസ് മത്സരാർത്ഥികൾ പരീക്ഷണ വസ്തുക്കളാണെന്നും വർഷങ്ങൾ കഴിയുമ്പോൾ സൈക്യാട്രിസ്റ്റുകൾ ബിഗ് ബോസ് എപ്പിസോഡുകൾ ഒരു പാഠ്യവിഷയമായി എടുത്തേക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു. മനുഷ്യൻ്റെ മനസ്സൊരു ക്ലോസ്ഡ് സർക്യൂട്ടിനുള്ളിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വ്യക്തമായി കാണിക്കുന്ന പ്രോഗ്രാമാണ് ബിഗ് ബോസ്. 2 കിളിപോയ കേസുകളാണ് അവിടെ എടുക്കുന്നതെന്നും അപ്പോൾ കിളിപോകാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെന്നും മനീഷ കൂട്ടിച്ചേർത്തു.